Hello friends, Imusictoday പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കിയല്ലോ. അതായത് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി നല്ല തിക്കും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ആണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് അടിച്ചോളൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടിട്ട് വരാം. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു ജാറാണ്. ജാറ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോഴിമുട്ട എടുക്കാം. കോഴിമുട്ടയുടെ മൂട് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് കുത്തി ഓട്ടയതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് മാത്രം വീഴാൻ തരത്തിൽ നമ്മൾ അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അധികം കിടന്ന് കുളിക്കാൻ പാടില്ല. കുളിക്കുക ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞയും വെള്ളയും ഒരുമിച്ച് ചേർന്ന് മിക്സായിട്ട് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണാൽ നമ്മുടെ മയോണൈസ് മൊത്തം അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കേണ്ടത് നമ്മളിത് മുട്ടയുടെ വൈറ്റ് മാത്രം നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ മൊത്തം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഷ്ടപ്പെട്ടെങ്കിലും സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യലാണ് നമ്മുടെ പരിപാടി. അതിനായിട്ട് ആദ്യം ഞാൻ എടുത്താണത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 1.5 വെളുത്തുള്ളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് മതിയാവും. പിന്നെ അടുത്തത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, പകുതി മൊത്തം വേണ്ട, പകുതിയുടെ കുറച്ച് മതി. അതനുസരിച്ച് നിങ്ങളൊരു കാഭാവക്ക് വീഴാൻ തരത്തിൽ നിങ്ങൾ പിഴിഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അടുത്തത് നമ്മളതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് വേണമെങ്കിൽ പറയാം സൺഫ്ലവർ ഓയിലാണ്. സാധാ ഓയിൽ എടുക്കരുത്. സാധാ ഓയിൽ എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ അതിന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കാം. ഫസ്റ്റത്തെ റെഡി അടിക്കുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വെള്ളം പോലെ, അത് നന്നായിട്ട് കട്ടയായിട്ട് തിക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ മയോണൈസിന് കട്ടി കൂടാനാണ്. കുറച്ചേശ്ശെ കട്ടി കൂടി വരും. എന്ന് വെച്ചാൽ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിതേ കാണുന്ന പോലെ ഒഴിച്ച് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടിയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. ചിലവർക്ക് ഇത്ര കട്ടി മതിയാവും, അപ്പോൾ കുഴപ്പമില്ല. ഇനി കൂടുതൽ കട്ടി വേണ്ടവർക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ സെറ്റാവും. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കാം. സംഭവം റെഡി ആയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നേരത്തേക്കാളും തിക്കായിട്ടുണ്ട്. നല്ല മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ മറ്റു സാധനങ്ങളൊക്കെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് സ്പൈസിനെസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നേരിട്ട് ഈ മയോണൈസ് തന്നെ ഉപയോഗിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. അത് ഒരു 1/4 ടീസ്പൂൺ വേണ്ട. ഞാനിപ്പോൾ നമ്മുടെ അളവനുസരിച്ച് നമ്മുടെ മയോണൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമുക്കിത് ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും, കാരണം എരിവ് കൂടിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് ഒരു പ്രാവശ്യം കൂടിയും ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കും ആ സെയിം കൺസിസ്റ്റൻസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. നമുക്ക് ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നേരെ പാത്രത്തിലേക്ക് മാറ്റുക. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കാണുന്ന പോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. നല്ല ഒരു ചൂടൻ ചിക്കൻ്റെ പീസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ഇതിൽ ഈ മയോണൈസിൽ അങ്ങോട്ട് മുക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് സംഭവം കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ലോക്ക്ഡൗൺ സമയത്തൊന്നും മയോണൈസിന് വേണ്ടി പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.